Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. പ്രവാസിയായിരുന്ന ഒരാൾ നാട്ടിൽ തിരിച്ചെത്തി ഉപജീവനത്തിന് വഴി തേടുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കലാണോ അതോ പാറവെക്കലാണോ വികസന സങ്കല്പം? പ്രോത്സാഹിപ്പിക്കണം എന്ന അഭിപ്രായമുള്ളവരാകും ഏറെയും. എന്നാൽ അങ്കമാലി നഗരസഭ അങ്ങനെയല്ല. എങ്ങനെ അയാളെ കുത്തുപാളയെടുപ്പിക്കാം എന്ന് കൂലങ്കഷമായി ചിന്തിക്കുകയാണ് നഗരസഭ. ഒരു പ്രവാസി എന്ന നിലയ്ക്ക് നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഗവൺമെന്റ് ഭാഗത്ത് കിട്ടുന്ന സപ്പോർട്ടോ അല്ലെങ്കിൽ കുറച്ച് ആനുകൂല്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ നമ്മൾ നാട്ടിൽ വരുമ്പോൾ ഇതാണ് അവസ്ഥ. പകല് അധ്വാനിച്ച് കൊണ്ടുവന്ന എല്ലാ സമ്പാദ്യവും വൈഫിന്റെ ആഭരണം ഉൾപ്പെടെ വിറ്റ് എടുത്ത പൈസ എല്ലാം ചെലവാക്കി കഴിഞ്ഞപ്പോഴാണ് മുനിസിപ്പാലിറ്റി നമ്മളോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിച്ചേക്കണേ. 16 വർഷം ഗൾഫിലായിരുന്നു റെനിൽ വർഗീസ് എന്ന അങ്കമാലിക്കാരനായ യുവാവ്. അവിടെ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ ഉടമയോ വൻതുക ശമ്പളം കിട്ടുന്ന മാനേജരോ ഒന്നുമായിരുന്നില്ല റെനിൽ. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ചോരയും നീരുമൊഴുക്കി ചെറിയ വേതനത്തിന് പണിയെടുത്തിരുന്ന ഒരു സാധാരണ തൊഴിലാളി. അങ്കമാലി അങ്ങാടിക്കടവ് റോഡിൽ നിന്ന് പൊതുമാർക്കറ്റിലേക്കുള്ള പ്രവേശന പാതയിൽ വലതുവശത്താണ് റെനിൽ വർഗീസിന്റെ പുളിയപ്പള്ളി വീട്. പ്രായമായ മാതാപിതാക്കൾക്ക് സഹായം ആവശ്യമായി വന്നപ്പോൾ ഗൾഫിലെ പണി മതിയാക്കി റെനിൽ നാട്ടിലെത്തി. മണലാരണ്യത്തിൽ കിടന്ന് താൻ സ്വരൂപിച്ച കുറച്ചു പണം കൊണ്ട് നാട്ടിൽ എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയായിരുന്നു റെനിലിന് ഉണ്ടായിരുന്നത്. പൊതുമാർക്കറ്റ് റോഡരികിൽ തന്റെ പേരിലുള്ള 3 സെന്റ് സ്ഥലത്ത് താഴെ 2 കടമുറികളും മുകളിൽ താമസ സൗകര്യത്തോടും കൂടിയ ഒരു കെട്ടിടം പണിയുകയായിരുന്നു ഉദ്ദേശം. ഇതിനായി കയ്യിലുള്ള പണം തികയാതെ വന്നപ്പോൾ ഭാര്യയുടെ സ്വർണം പണയപ്പെടുത്തിയും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും 2500 ചതുരശ്ര അടി വരുന്ന കെട്ടിടത്തിന്റെ പണി തുടങ്ങി. ആവശ്യമായ എല്ലാ രേഖകളും പ്ലാനുമെല്ലാം നഗരസഭയിൽ സമർപ്പിച്ച് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പണി ആരംഭിച്ചത്. പണി ഏറെക്കുറെ പൂർത്തിയാക്കി ഫിനിഷിംഗ് വർക്കിലേക്ക് കടക്കാനിരിക്കെ ചിലർക്ക് കുരുപൊട്ടി. മാർക്കറ്റ് റോഡ് കെട്ടിടത്തിലേക്കുള്ള പ്രവേശന മാർഗമാക്കുന്നത് ചോദ്യം ചെയ്ത് പേരു മാത്രമുള്ള അഡ്രസ് ഇല്ലാത്ത ഒരാൾ നഗരസഭയെ സമീപിച്ചു. അവധി ദിവസമൊന്നും കണക്കിലെടുക്കാതെ യേശുദേവന്റെ അന്ത്യ അത്താഴ ദിനമായ പെസഹ വ്യാഴത്തിൽ ഏപ്രിൽ 17 തന്നെ പുതിയ സംരംഭത്തിന് അന്ത്യം കുറിക്കാൻ പ്രവേശന വഴിയിൽ മതിൽ കെട്ടി. അങ്കമാലി മാർക്കറ്റിനടുത്തായിട്ടാണ് എൻ്റെ വീട്. ഞാൻ പ്രവാസിയാണ്. 16 വർഷമായിട്ട് വിദേശത്തായിരുന്നു. ഞാനും എൻ്റെ കുടുംബം വിദേശത്തായിരുന്നു. പ്രായമായ മാതാപിതാക്കളുടെ അനാരോഗ്യം കണക്കിലെടുത്ത് എനിക്ക് അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് ഞാനും കുടുംബവും തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. കുടുംബ സ്വത്തായിട്ട് കിട്ടിയ ഒരു 3 സെന്റ് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വരുമാന മാർഗത്തിന് വേണ്ടി ഒരു കെട്ടിടം പണിതു ജീവിക്കാന്ന് വെച്ച് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പെർമിറ്റ് എടുത്തു. എല്ലാം പണി ഏകദേശം 90% കംപ്ലീറ്റ് ആയപ്പോഴാണ് മുനിസിപ്പാലിറ്റി വന്ന് അനധികൃതമായിട്ട് കുറച്ച് ഉദ്യോഗസ്ഥരും വന്ന് അനധികൃതമായിട്ട് കെട്ടിടത്തിന് മുന്നിൽ മതിൽ കെട്ടി അടച്ചിരിക്കുന്നത്. ഇതോടൊപ്പം മറ്റു സ്ഥാപനങ്ങളെല്ലാം സുഖമായിട്ട് പ്രവർത്തിക്കുന്നു, വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു വ്യക്തിക്ക് എന്തോ വ്യക്തിവിരോധം തീർക്കുന്ന പോലെയാണ് ഇവർ ചെയ്ത് എൻ്റെ കെട്ടിടത്തിന് മുൻവശം മാത്രം മതിൽ കെട്ടി അടച്ച് ഇവർ വെച്ചിരിക്കുന്നത്. അതിന് കാരണം എന്തുകൊണ്ടാണെന്ന് എനിക്കും ഇപ്പോഴും അറിയില്ല. ഞാൻ ആരും ദ്രോഹിക്കാനോ ഒന്നിനും പോയിട്ടില്ല. ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും എതിരല്ല. ഈ കെട്ടിടത്തോട് ചേർന്നു തന്നെ മാർക്കറ്റ് റോഡ് പ്രവേശന മാർഗമാക്കി വേറെ കച്ചവട സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ദേശീയപാതയിൽ നിന്ന് മാർക്കറ്റിലേക്കുള്ള പ്രവേശന വഴിയിലാണ് കോർപ്പറേറ്റ് കമ്പനിയുടെ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. അവിടെയൊന്നും മതിൽ കെട്ടാൻ ഓടിയെത്താത്ത നഗരസഭ ഒരു സാധാരണക്കാരനു നേരെ ചാടി വീഴുന്നത് ദുഃഖകരമാണെന്ന് റെനിലിന്റെ സഹോദരി റമി വർഗീസ് പറയുന്നു. എന്റെ അനിയൻ 3 സെന്റ് സ്ഥലത്തിൽ പണിയെടുപ്പിച്ചേക്കുന്ന ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. അത് നമ്മുടെ അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ളതാണ്. അവിടുന്ന് പെർമിറ്റ് എടുത്ത് അവരുടെ എല്ലാ സാങ്ഷനോടും കൂടി പണിതിട്ടുള്ള കെട്ടിടമാണ്. ഈ കെട്ടിടത്തിന്റെ ഇത്രയും പണി എത്തുന്നവരെയും യാതൊരു ഒബ്ജക്ഷൻസും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം പെട്ടെന്ന് നമുക്ക് ഈ വഴി ഉപയോഗിക്കാൻ പാടില്ല, നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധാണ്, മാർക്കറ്റിനെ ഭയങ്കരമായിട്ട് അത് അഫക്റ്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഒരു ദിവസം ഒരു സുപ്രഭാതത്തില് ഒരു പെസഹ വ്യാഴാഴ്ച വെടിപെടിയെന്ന് വന്ന് ഇത് കെട്ടിവെക്കുക ചെയ്ത്. അതായത്
നമുക്ക് ഇനി ഇങ്ങോട്ട് പ്രവേശനമില്ല. അതേസമയം അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും പ്രവേശനം ഇല്ലാക്കി വേണ്ടേ? മറ്റു കടകളെല്ലാം അവിടെ സൂപ്പർ മാർക്കറ്റ് ഉൾപ്പെടെ പ്രവർത്തിക്കേണ്ടത്. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഈ 2 മുറി ഷട്ടറാണ്, അതായത് 10-18 വർഷം അവൻ ഗൾഫിൽ ജോലി ചെയ്ത് ഒരു പ്രൈവറ്റ് ഫേമിലാണ് അവിടെയും ജോലി ചെയ്തത്. വളരെ നിസ്സാര ശമ്പളത്തിൽ തന്നെയാണ് ഗൾഫിലും ജോലി ചെയ്തത്. രാപകൽ അധ്വാനിച്ച് കൊണ്ടുവന്ന എല്ലാ സമ്പാദ്യവും വൈഫിന്റെ ആഭരണം ഉൾപ്പെടെ വിറ്റ് എടുത്ത പൈസ എല്ലാം ചെലവാക്കി കഴിഞ്ഞപ്പോഴാണ് മുനിസിപ്പാലിറ്റി നമ്മളോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിച്ചേക്കണേ. അവർക്ക് ഇങ്ങനെ ഒരു ഇത് കാണിക്കണമെങ്കിൽ നമ്മൾ ആ സാങ്ഷന് ചെന്നപ്പോ അവർക്ക് കാണിക്കായിരുന്നു. എങ്കിൽ നമ്മുടെ ഈ സമ്പാദ്യം ഇത് മുഴുവൻ കൊണ്ടുവന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഇത്രയും വിഷമത്തിലാവില്ല. ഇതിപ്പോ നമ്മളൊരു കഴുത്തും ഒപ്പം വെള്ളത്തിൽ മുങ്ങി എന്നൊരു അവസ്ഥയിലാണ് നിൽക്കണേ. 2 കുഞ്ഞു കുട്ടികൾ, 2 പെൺകുട്ടികൾ, LKG പഠിക്കുന്നതും 4 പഠിക്കുന്നതുമായ 2 പെൺകുട്ടികളും 80 വയസ്സിനോടടുത്ത് ഞങ്ങളുടെ ഫാദറും 75 വയസ്സായ മാതാവുമാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഇവരുടെ എല്ലാം ഉത്തരവാദിത്തം അവന്റെ തലയിലാണ്. അവന്റെ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ചൊരിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കണു. ഇപ്പൊ ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കും? ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല. മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രൈവറ്റ് അല്ലല്ലോ, നമ്മള് കര അടയ്ക്കണ എല്ലാ മുനിസിപ്പാലിറ്റി തന്നെ. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മുനിസിപ്പാലിറ്റി പൊതുജനങ്ങളുടെ സമൂഹത്തിന്റെയും നന്മയ്ക്കാന്നാണ് നമ്മൾ ഇത്രയും നാളും വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ആരും ഒരു രാഷ്ട്രീയത്തിനോ രാഷ്ട്രീയ പ്രവർത്തകരോ അല്ലെങ്കിൽ ഒരാൾക്കെതിരെ പ്രവർത്തിക്കണവരോ ഒന്നുമല്ല. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെയൊക്കെ വരണ്ട വന്നത് ഞങ്ങൾക്ക് അത്രയും ഗതികേടിന്റെ അങ്ങേയറ്റത്ത് നിൽക്കണോണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയും എത്തേണ്ട വന്നേക്കണം. ഈ ഒരു മീഡിയയുടെ മുമ്പിലൊക്കെ വരേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടത്. അതുകൊണ്ട് മുനിസിപ്പാലിറ്റി കുറച്ചെങ്കിലും മനുഷ്യത്വപരമായിട്ടൊന്ന് ചിന്തിക്കാൻ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അങ്കമാലിക്കാരനായ ഒരു യുവാവ്, പ്രത്യേകിച്ചും ഒരു പ്രവാസി, സ്വന്തം നാട്ടിൽ വന്ന് ഒരു ഉപജീവന മാർഗം തേടുമ്പോൾ ഇതാണ് നഗരസഭയുടെ പ്രതികരണമെങ്കിൽ അതല്പം കടന്ന കൈയായി പോയി എന്ന് പറയാതെ വയ്യ. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.